ഹായ്, ഇന്ന് വീണ്ടും പാവല്ലയിൽ വന്നിരിക്കുകയാണേ. ഒരു ഡാൻസ് പെർഫോമൻസിൻ്റെ ഷൂട്ടുണ്ട് ഇന്ന്. അപ്പോൾ അത് കൊറിയോഗ്രാഫി ചെയ്യാൻ വേണ്ടി വന്നതാണ്. തുടങ്ങിയിട്ടില്ല, അപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ അതിൻ്റെ റിഹേഴ്സലിൻ്റെ ക്ലിപ്പിങ്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഉള്ളിലെ വിശേഷങ്ങൾ കാണാം. ഓക്കെ. ഫിറോസിക്കും മേഘനയ്ക്കും വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ കൊറിയോഗ്രാഫി ചെയ്തത്. ഇത് നമ്മുടെ കമ്പലതളത്തിലെ ഒരു സോങ് ആയിരുന്നു. കോപ്പിറൈറ്റിൻ്റെ വിഷയമുള്ളതുകൊണ്ടാണ് ഞാൻ പാട്ടിടാത്തത്. അപ്പോൾ നമ്മുടെ പ്രേമോദാരണായി അണയൂ നാഥ എന്നുള്ള പാട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇക്കയും മേഘനയും നമ്മൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമുക്ക് തലേ ദിവസം ഒരു ദിവസം കിട്ടിയായിരുന്നു പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഇക്കയെ കുറച്ച് സ്റ്റെപ്സൊക്കെ നമ്മൾ നേരത്തെ ഒന്ന് അഡ്വാൻസ് ആയിട്ട് പഠിപ്പിച്ച് വെച്ചു. എന്നിട്ട് ഷൂട്ട് ചെയ്യുന്ന ദിവസം ഒന്ന് വന്നിട്ട് ഒരുമിച്ച് നിർത്തി, രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് നിർത്തിയിട്ട് ഒന്നേ നോക്കുവാണ് കേട്ടോ. നല്ല രസമായിരുന്നു അവിടെ. കാരണം ഇക്ക വെസ്റ്റേൺ മാത്രം ചെയ്തിട്ടുള്ള ആളാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ക്ലാസിക്കൽ സെമി ക്ലാസിക്കലൊക്കെ പരീക്ഷിച്ച് നോക്കുന്നത്. പക്ഷേ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു ഇക്കയ്ക്കും ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമ്മളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മുടെ ഡയറക്ടർ മനോജ് ശ്രീലകം സാറായിരുന്നു. സാറും ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു, എൻകറേജ് ചെയ്തു. സുനിലേട്ടൻ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു, അസോസിയേറ്റ് ഡയറക്ടർ. അങ്ങനെ അവിടെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരുമായിട്ടും നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. സമയം പോയത് അറിഞ്ഞതില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു ഇക്കയാണെങ്കിലും മേഘനയാണെങ്കിലും ഒക്കെ. നമ്മൾ നല്ല രസമായിട്ട് ഇങ്ങനെ ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രേമോദാരണായി അണയൂ നാഥ. അപ്പോൾ ഞാനും മേഘനയും കൂടി ഒരുമിച്ച് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ഫിറോസിക്കയ്ക്ക്. എന്നിട്ട് അതുപോലെ ഫിറോസിക്കയും മേഘനയും കൂടി ഒരുമിച്ച് ചെയ്യുകയാണ്. ആ ഒരു കോർഡിനേഷൻ വരാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ചെയ്ത് കാണിച്ചു കൊടുത്തതാണ് ഇക്കയ്ക്ക്, ഒരുമിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നറിയാനായിട്ട്. അപ്പോൾ അതിനുശേഷം ഫിറോസിക്ക അതുപോലെ തന്നെ ചെയ്ത് കാണിച്ചു. കുറച്ച് ഭാഗം നമ്മൾ ഇൻഡോർ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ കുറേയൊക്കെ ഔട്ട്ഡോറാണ് ചെയ്തത്. ആ വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല മുറ്റമുള്ള വീടാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ആ വീടും കേട്ടോ, പാവല്ല വീട്. എൻ്റെ വീട്ടിൽ നിന്നൊരു 5-6 കിലോമീറ്റർ അകത്തേ ഉള്ളൂ ആ വീട്ടിലേക്ക് പോകാൻ. ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഋഷിയണ്ണൻ്റെ വീടാണ് പാവല്ല വീട്. അപ്പോൾ അവിടെ പോയി വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിലും ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ട് ഒരു അപരിചിതത്വം ഇല്ലായിരുന്നു. എല്ലാവരുമായിട്ട് നല്ല കൂട്ടായിരുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് കൊച്ചുപ്രേമൻ അങ്കിള് കൂടെ ഉണ്ടായിരുന്നതിൻ്റെ സന്തോഷം വേറെ. ഞാനിപ്പോൾ ഈ ഡബ് ചെയ്യുന്ന സമയത്ത് അങ്കിള് നമ്മുടെ കൂടെ ഇല്ല. ഞാനിപ്പോൾ ഈ വീഡിയോ കുറേ മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. ഇപ്പോഴാണ് എനിക്കൊന്ന് എഡിറ്റ് ചെയ്തിടാൻ സമയം കിട്ടിയത്. അപ്പോൾ ഈ സമയത്ത് അങ്കിള് നമ്മളോട് കൂടെ ഇല്ല. അതാണ് ഏറ്റവും വലിയൊരു സങ്കടം എനിക്കുള്ളത്. എങ്കിൽ പോലും അങ്കിളുള്ളൊരു ചെറിയൊരു വീഡിയോയുടെ ചെറിയൊരു ക്ലിപ്പിങ്ങും ഈ വീഡിയോയുടെ കൂട്ടത്തിൽ ഞാൻ ഇടുന്നുണ്ട്. അങ്ങനെ ഏകദേശം പ്രാക്ടീസൊക്കെ കഴിഞ്ഞു. നമ്മൾ ഷോട്ട് എടുക്കാറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബാക്കി ഷൂട്ട് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ള കുറച്ച് വിശേഷങ്ങളും കൂടി കാണാം. ഹായ് കാ. ഹായ് മേഘന. ഹായ്. എന്തൊക്കെയാണ് അപ്പോൾ നമ്മുടെ അതെ എൻ്റെ യൂട്യൂബ് ചാനലിലെ എല്ലാ ആൾക്കാരും നിങ്ങളുടെ ഫാൻസ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇവിടെ സ്നേഹത്തോടെ വിളിക്കുന്നത് അർച്ചന. എന്നാ പിന്നെ ആർച്ച തന്നെ വിളിക്കാം. ആർച്ച നമ്മുടെ ഇതിന്റെ ഒരു പാട്ട് കൊറിയോഗ്രാഫി ചെയ്യാനാണ് ക്ലാസിക്കൽ ഡാൻസ്. ആക്ച്വലി നമ്മൾ രണ്ടുപേരും കൂടിയാണ് ആ ഡാൻസ് ചെയ്യുന്നത്. അതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കോമ്പറ്റീഷൻ ചെയ്യുന്നത് ഞെട്ടിച്ചു കളഞ്ഞു തന്നെ. അയ്യോ, ഇക്കയൊക്കെ അസാധ്യമായിട്ടാണ്. കാരണം ഇക്കയുടെ കാര്യം പറയാൻ കാരണം ഇക്ക ക്ലാസിക്കൽ ഡാൻസ് പഠിച്ച ഒരാളല്ല. പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പെർഫോമൻസ് കാണണം കേട്ടോ. അയ്യോ, അപ്പൊ വളരെ മനോഹരമായിട്ടാണ്. മേഘനക്കുട്ടി പിന്നെ ട്രെയിൻ ഡാൻസറാണ്. പറഞ്ഞു കൊടുത്ത അപ്പോഴും തന്നെ ചെയ്യും മിടുക്കിയായിട്ട്. 10-40 വർഷമായിട്ട് അയ്യോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അങ്ങനല്ല, 4 ദിവസം പോലും പഠിച്ചിട്ടില്ല. അതെ രാവിലെ പുട്ടാണ് ഇന്ന് പുട്ടായിരുന്നു ആക്ച്വലി. ആർച്ച വളരെ മനോഹരമായിട്ട് ഞങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. നല്ലൊരു കൊറിയോഗ്രാഫി, നല്ല സ്റ്റെപ്സ് ആയിരുന്നു. പിന്നെ അതിലുപരി ആർച്ചയുടെ എക്സ്പ്രഷൻ ഭയങ്കര രസകരമായിരുന്നു. അപ്പൊ അത്രയും വലിയ എക്സ്പ്രഷൻ തന്നപ്പോ അതിന്റെ ഒരു പകുതിയെങ്കിലും ഞങ്ങൾ കൊടുക്കണ്ടേ. അതുകൊണ്ട് ഞങ്ങളും കുറച്ച് എക്സ്പ്രഷൻസ് ഇട്ടിട്ടുണ്ട്. എല്ലാരും കാണണം അതാട്ടോ. ഞങ്ങൾ ഈ ഡാൻസ് തീർച്ചയായിട്ടും കാണണം. കാരണം ഒരുപാട് ഒരുപാട് വെറൈറ്റി. അതെ കാലൊക്കെ ചെളി പറ്റി കഷ്ടപ്പാട്, മുള്ളൊക്കെ കുത്തി ചെളിയൊക്കെ പറ്റി കളിച്ച. അതെ, അത് പറഞ്ഞ ആരാണെന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. എന്റെ ഒരു അവസ്ഥ അതെ,
ഞങ്ങൾ മാത്രമല്ല എല്ലാവരും ഹോൾ ക്രൂ ഇതിന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആർച്ച ടീച്ചറും ഒരുപാട് കഷ്ടപ്പെട്ടു. ചേച്ചി ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടു. ആർച്ച നല്ല രീതിയിൽ ഇത് കൊറിയോഗ്രാഫി ചെയ്തു. പിന്നെ ഞങ്ങൾ ഗംഭീരമായിട്ട് അതിലും ഗംഭീരമായിട്ട് ഇതിലെ ഒരു അസോസിയേറ്റ് ഒരു വ്യക്തി ഉണ്ടായിരുന്നു, സുനിൽ എന്നാണ് പറയുന്നത്. പുള്ളിയാണ് അതിലൊരു 12 സ്റ്റെപ്പ് പുള്ളി ഞാനാ പറഞ്ഞു കൊടുത്തത്. നമ്മള് പറഞ്ഞു കൊടുത്ത 2 സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കുന്നത്. പുള്ളി വളരെ മനോഹരമായിട്ട് ആർച്ച അവിടെ ഡാൻസ് ചെയ്യുമ്പോൾ വാ കൊണ്ട് സ്റ്റെപ്പ് പറഞ്ഞ ആളാണ്. അതെ ഈ ഐഡിയാസ് ഫുൾ അവിടെ നിന്നാണ് വന്നത്. ഇങ്ങനെ സ്റ്റെപ്പ് പറഞ്ഞ അതിന് അതെ ഇത് പൂ വിരിയുന്നു. അതെ ഇത് മാത്രമല്ലാണ്ട് നമ്മള് ഡാൻസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും എക്സ്പ്രഷൻസ് പിന്നെ അപ്പൊ എക്സ്പ്രഷൻ എടുക്കുന്ന സമയത്ത് നമ്മളവിടെ സൈഡിൽ കളിക്കുന്നില്ല, നമ്മള് വേറെ സെൽഫിക്ക് നിൽക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പകരം പ്രത്യേകം ശ്രദ്ധിക്കണം, അവരുടെ എക്സ്പ്രഷൻ വരുമ്പോ ശ്രദ്ധിക്കണം, എന്റെ എക്സ്പ്രഷൻ. അയ്യോ ആർച്ചയുടെ ഈ ചാനലിന് നിങ്ങൾ വേണ്ട വിധം എല്ലാ സപ്പോർട്ടും ചെയ്യുക. നല്ല ചാനലായ ഉയരങ്ങൾ കീഴടക്കട്ടെ. താങ്ക് യു ഇവിടെ അങ്കിൾ ഇരിപ്പുണ്ട്. എല്ലാരും കണ്ടതാണ് എന്റെ ചാനലിൽ അങ്കിളെ. അതെ ചാനലിൽ ഇനി സീരിയൽ തുടങ്ങുന്ന സമയത്ത് ഞങ്ങളൊക്കെ വിളിക്കും. അതെ ബൈ. താങ്ക് യു. അപ്പോൾ എല്ലാ വിശേഷങ്ങളും നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇക്കയൊക്കെ അവരുടെ മാക്സിമം, ഇക്കയും മേഘന ഡാൻസർ ആയതുകൊണ്ട് മേഘനയ്ക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. ഇക്ക എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ അങ്ങനെ പഠിച്ചിട്ടില്ല, പക്ഷേ ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, എന്തും ചെയ്യാന്നുള്ളൊരു ഒരു മനസ്സ്, അത് ഭയങ്കര ഇതാണ്. നമുക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു ഇൻസ്പിറേഷനാണ് ഇക്കയുടെ ആ ഒരു മെൻറ്റാലിറ്റി. അപ്പോൾ എന്തായാലും ഇക്ക ഫുൾ എഫേർട്ട് എടുത്ത് ആ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇക്കയ്ക്കും മേഘനയ്ക്കും എല്ലാ സപ്പോർട്ടും നിങ്ങൾ കൊടുക്കുമെന്ന് എനിക്കറിയാം. എന്നെ ഈ വർക്കിന് വിളിച്ചത് തന്നെ നമ്മുടെ കൊച്ചുപ്രേമൻ അങ്കിൾ വഴിയാണ്. അങ്കിളാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്കിളിനോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം ഒരുപാട് താമസിച്ചാണ് അങ്കിളിനെ പരിചയപ്പെടുന്നത്. പക്ഷേ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആള്, ഡൗൺ ടു എർത്ത് പേഴ്സണാണ്, ഭയങ്കര സിമ്പിളാണ്, നമ്മളെ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എന്തായാലും അങ്കിളിനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത്രയും നന്ദിയുണ്ട് അങ്കിളിനോട്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസങ്ങളായിരിക്കട്ടെ, എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.